ഡോക്ടർ മോഹൻ റോയ്, നമ്മൾ ഇപ്പോൾ നേരത്തെ തന്നെ ശ്രീ രാജീവ് പറയുമ്പോൾ കേരളം ഞെട്ടലോടുകൂടി കേട്ടു വേദനയുണ്ടാക്കുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ ഇത്രയും കാലം ഈ ക്രൂരത അനുഭവിക്കേണ്ടി വന്നു എന്നതല്ലേ നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോഴുള്ള വേദനയ്ക്ക് അപ്പുറം വലിയ വേദന. അതെങ്ങനെ സംഭവിക്കുന്നു നാട്ടിൽ? അല്ല, ഇത് പഴയ ജർമ്മൻ കവിയും നാടകൃത്തുമായിട്ടുള്ള ആളിൻ്റെ ഒരു കോട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ ഒന്നുകിലന്ന് വൈകുന്നേരത്തിനകം അവിടെ കലാപം ഉണ്ടാകണം, കത്തിയേരിയണം, അല്ലെങ്കിൽ ആ നഗരം പൂർണ്ണമായി ഇല്ലാതാവണം. നമ്മുടെ സമൂഹമാണ് ഇതിൻ്റെ മുന്നിലുള്ളതെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നോക്കൂ, 5 വർഷം പുറത്തു പറയാൻ പറ്റാത്ത ഒരു വേദനയുമായി ജീവിക്കുന്ന ഒരാളുടെ വേദന എനിക്ക് തോന്നുന്നില്ല നമുക്കൊന്നും എത്ര അനുതാപത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും നമുക്കൊന്ന് മനസ്സിലാവാനോ പ്രോസസ്സ് ചെയ്യാനോ പറ്റുമെന്ന് തോന്നില്ല. അത്ര കൊടിയ വേദനയായിരിക്കും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുക. ഇത് 5 വർഷത്തോളം ഇത് പുറത്തു പറയുന്നതിൽ നിന്നും ആ കുട്ടിയെ പിന്തിരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഓരോ പ്രശ്നത്തിൽ നമ്മൾ ചർച്ച നടത്തുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും ഇതൊക്കെ സമൂഹത്തിനൊരു പാഠമാകണമെന്നും ഇതിലുള്ള കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതുമൊക്കെ അതിനു വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കേരളം യഥാർത്ഥത്തിൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലും അതിലെ കൺവിക്ഷൻ റേറ്റിലുമൊക്കെ ശരാശരി ഇന്ത്യൻ നിലവാരത്തിൽ നിന്നും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് പോലും നമ്മുടെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് സംഭവിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്കതറിയില്ല. അതിൻ്റെ ഘടകങ്ങളിലേക്ക് കൃത്യമായ പരിശോധന ആവശ്യമാണ്. ഇപ്പോഴും നാം സൂചിപ്പിച്ചതുപോലെ സ്നേഹിത എന്ന് പറയുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്ന കൗൺസിലിംഗ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൊതുവെ വിശ്വസിക്കുന്ന ഇത്തരം ട്രോമയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നവർ നമ്മുടെ അടുത്തേക്ക് വരുമെന്നും ഓപ്പണപ്പ് ചെയ്യുമെന്നുമുള്ള വിചാരങ്ങളുമൊക്കെയാണ് നമ്മളെ നയിക്കുന്നത്. പക്ഷേ പല സംവിധാനങ്ങളിലും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ തനിക്ക് അനുഭവിച്ചത് ഞാൻ കണ്ടിട്ടുള്ള പല കേസുകളിലുമൊക്കെ തന്നെ ചില ആൾക്കാർ അവർ മുതിർന്നതിന് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സിന്, ഇപ്പോൾ ഉദാഹരണം ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാൻ പോകുമ്പോൾ ശരീരശാസ്ത്രം പഠിക്കുമ്പോഴായിരിക്കും തങ്ങൾക്ക് അനുഭവിച്ചത്, തങ്ങൾ കടന്നുപോയത് ഇത്തരത്തിലുള്ള കുട്ടിക്കാലത്തെ ഒരു ലൈംഗിക അതിക്രമമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകുമ്പോൾ ഇനി ഓരോ നിമിഷത്തിലും ഈ കുട്ടി കടന്നു, അത് ബഹുമാനപ്പെട്ട രാജീവ് സാർ സൂചിപ്പിച്ചതുപോലെ കുട്ടിക്ക് കൃത്യമായ മനോനില പരിശോധനയും അതിനുള്ള സംവിധാനങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കൃത്യമായി നിരന്തരം ഈ കുട്ടിയുടെ കൂടെ നമ്മൾ ഉണ്ടാകേണ്ടതാണ്. ഇത് ഈ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഇവിടെ ഇപ്പോൾ 2012 പോക്സോ നിയമം വന്നതിന് ശേഷം പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റിസ് ആക്ഷൻ ആൻഡ് ലോവറിംഗ് ഡിലേയ്സ് ഇൻ ഇന്ത്യ, ജൽദി എന്ന് പറഞ്ഞൊരു പഠനം. ഏകദേശം 4000-ഓളം കേസുകൾ, 4 ലക്ഷത്തോളം കേസുകൾ 20 സംസ്ഥാനങ്ങളിലുണ്ടായതിൻ്റെ ഒരു രത്നച്ചുരുക്കം, ഒരു 2,30,000 കേസുകൾ പരിശോധിച്ച് ഉള്ള ഒരു പഠനം ഈ അടുത്ത കാലത്ത് പുറത്തു വരികയുണ്ടായി. അതിലൊക്കെ തന്നെ നമ്മൾ പോക്സോ ഇത്ര കൃത്യമായ ഇടപെടലും മറ്റും നടത്തുമ്പോഴും നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പെൻഡൻസി റേറ്റ്, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ശതമാനമൊക്കെ 77% പല സ്റ്റേറ്റുകളിലുമുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് 24% മാത്രമാണ്. ഒരു കേസ് 365 ദിവസം, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കണമെന്ന് സെക്ഷൻ 35 പോക്സോ പറയുമ്പോൾ ശരാശരി 500ഓളം ദിവസങ്ങളെടുത്താണ് ഒരു കേസിൽ ശിക്ഷ വിധിക്കുന്നത്. അതും ശിക്ഷ വിധിക്കുന്നത് തന്നെ 1:3 എന്ന ഇതിൽ, അതൊരു 4 പോക്സോ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ അതിൽ 3ലും ഈ പ്രതികൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കേസ് മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി പോക്സോയിലുണ്ട്. നമ്മളൊരു കേസ് എടുത്ത് ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ പോലും ശിക്ഷ വിധിക്കാനായി ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഘടകങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേരളം പോലുള്ള സ്ഥലത്ത് നോക്കൂ, കഴിഞ്ഞ കുറച്ച് എന്നെ ഏറ്റവും ഇതിൽ ഭയചകിതനാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യഥാർത്ഥത്തിൽ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ തന്നെ ബാലാവകാശ കമ്മീഷനും CWC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിരന്തരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസം തന്നെ ഇത്തരത്തിലുള്ള മുതിർന്ന ഒരാളിൻ്റെ ഒരു ലൈംഗിക ചുവയുള്ള സംസാരവുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ചുള്ള ധാരാളം ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിന് ഇതെല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇത് ഇത്തരത്തിലുള്ള കുട്ടികളിലേക്കൊന്നും എത്താൻ നമുക്ക് സാധിക്കുന്നില്ലേ എന്നുള്ളതാണ്. നമ്മൾ ഇത്ര വൈകിപ്പോയില്ലേ? ഇത് ഈ 10-62 ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മളിത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഇനിയും എത്രത്തോളം ക്രിയാത്മകമായി മുന്നോട്ട് പോയാൽ മാത്രമേ, ഇപ്പോൾ നമുക്ക് ഊഹിച്ചുകൂടെ ഇതുപോലെയുള്ള എത്രയോ കുട്ടികൾ ഉണ്ടാവില്ലേ?
അപ്പം അങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് ഇത് നമ്മൾ ഈ മീ ടു ക്യാമ്പയിനൊക്കെ ഉള്ളതുപോലെ ഇത്തരത്തിലുള്ളവർ മുന്നോട്ട് വരൂ, ധൈര്യമായി വരൂ എന്ന് അവർക്കൊരു ശക്തി കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ക്യാമ്പയിൻ പോലും ആലോചിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്കാണോ എന്ന് നമ്മളെന്ന് എനിക്ക് സംശയം തോന്നുന്നു. തീർച്ചയായും കുട്ടികൾ ഈ നിലയ്ക്ക് ക്രൂരമായി ഇരയാക്കപ്പെടുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് പുറത്തു വരേണ്ടതുണ്ട്, അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്, നമുക്കിത് ഇല്ലാതാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഉള്ള ഒരു കാര്യമാണ്, ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, പക്ഷേ പ്രതികളൊക്കെ പ്രായപൂർത്തിയായവരാണ്, അവർക്ക് ബോധമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ക്രൂരതയുടെ, അതിനകത്തുള്ള നിയമവിരുദ്ധതയുടെ, മനുഷ്യത്വ ഇല്ലായ്മയുടെ ഒക്കെ വശങ്ങൾ അവർക്ക് അറിയാം. പക്ഷേ നിരന്തരം ഈ പെൺകുട്ടി ഇങ്ങനെ ഇരയാക്കപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ടും വീണ്ടും അതിന് പോകുന്ന ഒരു മനസ്സുള്ള മനുഷ്യരുടെ കൂട്ടമുണ്ട് നാട്ടിൽ എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ആ വശം എങ്ങനെ കാണണം മോഹൻ റോയ്? അത് അപകടകരമാണ്. അങ്ങയോട് ഞാൻ ചെറുതായി വിയോജിക്കുന്നത് അവർക്ക് ബോധമുണ്ട് എന്നതിനെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല. അവർ ബോധമില്ലാത്തവരാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദുർബലർക്കെതിരെ, അവശർക്കെതിരെ, ആലംബഹീനർക്കെതിരെ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കാണുന്നില്ലേ? ഇതിൽ യഥാർത്ഥത്തിൽ വ്യക്തിത്വ വൈകല്യം സമൂഹത്തിലുള്ളവരുണ്ട്. ഈ വ്യക്തിത്വ വൈകല്യമുള്ളവർ, എമ്പതി ഇല്ലാത്തവർ, അനുതാപമില്ലാത്തവർ, അവർ ദുർബലരെയും നമ്മൾ പറയുന്ന പോലെ പാങ്ങില്ലാത്ത ആൾക്കാരെയുമൊക്കെ അവരെ ചവിട്ടി മെതിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതി തന്നെയാണ്. നമ്മൾ നോക്കുന്നു, അധികാരമുള്ള ആള്, അതിപ്പോൾ ഏത് സംവിധാനത്തിലാണെങ്കിൽ ശരി, അധികാരമുള്ളയാൾ, അധികാരമില്ലാത്തയാൾ, അത് പണമുള്ളവർ ആവട്ടെ അല്ലെങ്കിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരട്ടെ, അവരൊക്കെ ഈ മറ്റുള്ളവർക്കെതിരായി ചെയ്യുന്ന വളരെ ക്രൂരവും നിന്ദ്യവും നമ്മൾ ഈ ഇപ്പോഴത്തെ മനുഷ്യ സമൂഹത്തിനൊട്ടും യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ടല്ലോ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഒരുതരം മാനസിക വൈകല്യത്തിന് ഉടമകളാണ്. നോക്കൂ, എന്ത് ക്രൂരന്മാരായിരിക്കണം. പലപ്പോഴും നമ്മളിത് സംസാരിക്കുമ്പോൾ ഡോക്ടർ മോഹൻ റോയ്, ഈ പ്രതികൾക്ക് പലപ്പോഴും മാനസിക വൈകല്യത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്തിന് എന്നുള്ള ചോദ്യം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് വിമർശനപരമായി ഉയരാറുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്, ഇതൊരു നിയമവിരുദ്ധ പ്രവൃത്തിയാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് പോവുക, ആ ബോധത്തെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. മോഹൻ റോയ്, അല്ല, ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് മാനസിക അസുഖം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കുമെന്നാണ്. അത് അങ്ങനെയല്ല. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു കേസിൻ്റെ വിചാരണ നടപടികൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിധി ഏകദേശം ഈ മാസവും അടുത്ത മാസവും വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ലൊരു ചർച്ചയുണ്ടാകുമെന്നും അതിനെക്കുറിച്ചുള്ള ആശങ്കയും തെറ്റിദ്ധാരണയും ജനങ്ങൾക്ക് മാറുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സിനിമയിലൊക്കെ ചില നായകന്മാരോ അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ നിന്നെ കൊന്നാൽ പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, എനിക്ക് മാനസിക രോഗമുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ള ഈ പല്ലവി ശുദ്ധാബദ്ധമാണത്. അത് കേട്ട് പോയതുകൊണ്ട് മാത്രമാണ് നമുക്കത്ര വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ ഇല്ല. യഥാർത്ഥത്തിൽ ഇത് മാനസിക വൈകല്യമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസിക വൈകല്യത്തെയാണ്, അത് മാനസിക രോഗമെന്നുള്ളതല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് തൊട്ട് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ആശാഹീനനായ, അവലംബമില്ലാത്ത, ഒരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിൽ താഴെ നിൽക്കുന്ന ഒരു മനുഷ്യനെ കൃത്യമായി ഉപദ്രവിക്കാനുള്ള, താൻ ചെയ്യുന്നത് അനീതിയാണെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മുടെ സാമൂഹികമായും സാംസ്കാരികമായൊക്കെ തന്നെ അടിസ്ഥാനപരമായി നോക്കൂ, നമ്മൾ എമ്പതി, അനുതാപം എന്ന് പറയുന്ന വികാരങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യനില്ല. മനുഷ്യൻ യഥാർത്ഥത്തിൽ വെട്ടിപ്പിടിച്ചും ആൾക്കാരെ കൊന്നും ഒക്കെയാണ് നമ്മുടെ പുരോഗതിയുടെ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ എവല്യൂഷൻ്റെ ഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ട്. അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരു 150-200 വർഷം കൊണ്ട് നേടിയെടുത്ത നിയമങ്ങളിലൂടെയൊക്കെ എൻഫോഴ്സ് ചെയ്താൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ എത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നലൊന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ ഉള്ളിടത്ത് പോലെ തന്നെ ചുവന്ന സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ചാടിപ്പോകുന്ന എത്രത്തോളം ഉൽപ്പന്നങ്ങളാണ് ഈ വിധത്തിലുള്ള പ്രവർത്തികൾ എന്നുള്ളതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് ആ വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നതും പ്രസക്തമാണ്. താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചൂണ്ടിക്കാട്ടിയത്. ഡോക്ടർ മോഹൻ റോയ്, ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയ്ക്ക് നമ്മുടെ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകരടക്കം പലപ്പോഴും യൂട്യൂബിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ വലിയ തരത്തിലുള്ള കൗൺസിലിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നടക്കം. കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ, നിയമലംഘനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ചൂഷണങ്ങൾ ഒക്കെ തുറന്നു പറയാൻ പര്യാപ്തമായ ഒരു അവസ്ഥ നമ്മുടെ വിദ്യാലയങ്ങളിൽ, കുട്ടികൾ ഇടപഴകുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ ഉണ്ടോ എന്ന്? ഇല്ലെങ്കിൽ ആ കുറവ് എങ്ങനെ പരിഹരിക്കപ്പെടണം? നോക്കൂ, നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? കാണുന്ന എല്ലാ മാതാപിതാക്കളും ചില ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ. നിങ്ങളുടെ കുട്ടി കാണുന്ന കാർട്ടൂൺ ഏതാണെന്ന് അറിയാമോ? നിങ്ങളുടെ കുട്ടിയുടെ 5 സുഹൃത്തുക്കളെ അറിയാമോ? നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ അറിയാമോ? അവന് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അഥവാ കൂട്ടുകാരിയെ അറിയാമോ? അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന
ടീച്ചറെ അറിയാമോ, അവളുടെ ഇഷ്ടങ്ങൾ അറിയാമോ, ഇഷ്ടമില്ലായ്മ അറിയാമോ എന്നുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുട്ടികളെ അറിയാൻ സാധിക്കും. ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് കുട്ടികളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, കുട്ടികളെ അറിയുന്നില്ല എന്നുള്ളത്. കുട്ടികളിലേക്ക് എത്താൻ സാധിക്കുന്നത്, കുട്ടികളെ അറിയാത്തത് നിങ്ങൾ കുട്ടികളുമായി തുറന്ന ഒരു ആശയവിനിമയം നടത്താത്തത് കൊണ്ടാണ്. ഈ കുട്ടികളുമായുള്ള ആശയവിനിമയം എന്ന് പറയുമ്പോൾ അത് 10-12 വയസ്സായതിനു ശേഷം കുട്ടിയുമായി നീ കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന് പറഞ്ഞ് ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവല്ല. കുട്ടിക്കാലത്ത് തന്നെ കുട്ടി 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ ഒരു അടുത്ത കുട്ടി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവനോടത് സംസാരിക്കുകയും കുട്ടിക്ക് തന്നെ കേൾക്കാൻ ഒരാളുണ്ടെന്നും തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാവുന്ന ഒരാളാണ് മാതാപിതാക്കൾ എന്നും തോന്നാനുള്ള ആ ഒരു കഴിവ് കുട്ടിയിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ കൃത്യമായി ശ്രമിക്കേണ്ടതുണ്ട്. അതിലൂടെയാണ് കുട്ടിയുടെ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കേണ്ടത്. ഡോക്ടർ രാജീവ് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു പിതാവ് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷകർത്തൃത്വം എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ആ കുട്ടിയെ അറിയാൻ കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മളാകണമെന്നുള്ളതാണ്. അതിനുശേഷം ഇതിൽ ക്ലാസ്സിലെ അധ്യാപികമാർ അവരിത് അറിയേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ സൂക്ഷ്മമായ ചലനങ്ങൾ നിരീക്ഷിക്കാനും ആ കുട്ടി ക്ലാസ്സിൽ അല്പം മൗനിയായിരുന്നാലും മ്ലാനവതനായിരുന്നാലും എന്തുകൊണ്ടാണ് കുഞ്ഞങ്ങനെ ഇരിക്കുന്നത് എന്നറിഞ്ഞ് ആ കുട്ടിയിലേക്ക് എത്താനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നല്ലോ, അധ്യാപികമാർക്കും ധാരാളം മറ്റു പഠന സംബന്ധമായ തിരക്കുകളും ബാക്കിയുമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കൗൺസിലിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കുക. നമ്മൾ എത്തുന്ന കൗൺസിലർമാർക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞുണ്ട് വലിയ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മുടെ മനോരമ തന്നെയാണ് ഒരു പ്രമുഖ മാധ്യമം നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയ വാക്കായി കണ്ടുപിടിച്ചിരിക്കുന്നത് തന്ത വൈബ് എന്നൊരു വാക്കാണ്. ഈ തന്ത വൈബ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് കാണിക്കുന്നത് നമുക്ക് കുട്ടികളിലേക്ക് എത്താനുള്ള ആ ഗ്യാപ്പിനെയാണ്. അതായത് കുട്ടികളെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അറിയാവുന്ന, കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ വൈബിനോട് ചേർന്ന് നിൽക്കുന്ന കൗൺസിലർമാരുണ്ടാവേണ്ടതുണ്ട്. അല്ലാതെ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കുട്ടി നോക്കൂ, മുതിർന്ന നമ്മൾ 5 പേരും തന്നെ ആലോചിച്ച് നോക്കൂ. നമുക്ക് വിഷമമുള്ള ഒരു കാര്യം നമ്മളൊരാളുടെ മുന്നിൽ ചെന്ന് തുറന്നു പറയണമെങ്കിൽ നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളിൽ എത്രമാത്രം വിശ്വാസം ഉണ്ടായിരിക്കണം? 1-2 സെഷനിൽ നമ്മളത് പറയുമെന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കും. അപ്പോൾ ഈ കുട്ടിയുടെ വിശ്വാസം ആർജിക്കാൻ മുന്നിലിരിക്കുന്ന ആൾ എന്തൊക്കെ കഴിവുകളാണ് ഈ കാലത്ത് സ്വായത്തമാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയുണ്ടാക്കണം. അതിനനുസരിച്ച് ഈ കൗൺസിലർ അല്ലെങ്കിൽ അവരെ റീഓറിയന്റ് ചെയ്യേണ്ടതുണ്ട്, റീട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട്.